ഈ റൗണ്ടിൽ പൊട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ മാർക്ക് അങ്ങനെ 2 മാർക്ക് ആയിരിക്കണം. എങ്ങനെയോ ജയിച്ചതാണ്. ഞാനൊരു സംഭവമാണ്. ഇംഗ്ലീഷ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. വിമാനത്തിൽ എഴുതുന്നേരം അപ്പൊ നേരത്തെ എന്താണ് ഞാൻ പോട്ടെ. ഈ ബ്രഷ് പെട്ടാൻ വേണ്ടിട്ട് 2 കൂടി വഴിയുന്നത് കൂട്ടം. എനിക്ക് വേദന. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഒരു മൂവി നെയിം ഐഡന്റിഫൈങ് ചലഞ്ച് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മ കുറച്ച് മൂവീസിന്റെ പേരുകൾ അവിടെ ഒരു പേപ്പറിൽ ഈ ഒരു ബൗളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്ന് എടുക്കും. എന്നിട്ട് അത് നമ്മൾ ആർക്കാണ് ആ പേപ്പർ കിട്ടുന്നത് ഓരത് അഭിനയിച്ച് കാണിക്കുക. അപ്പൊ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ആ അഭിനയിക്കുന്ന ആൾക്കൊരു പോയിന്റ്, മറ്റവർക്ക് രണ്ടാക്കും പോയിന്റുകൾ ഇല്ല. ആരാണോ പറയുന്നത് ഓർക്ക് പോയിന്റ്. മനസ്സിലായി കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ ചലഞ്ചിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ആദ്യം താഴെ കണ്ടുപിടിക്കാം. നമ്മള് റോക്ക് പേപ്പറിലൂടെ ഉണ്ടോ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൂട്ടത്തെല്ലാവും സ്വഭാവം അറിയാലൊക്കെ തിണ്ടി. അപ്പൊ നമുക്ക് റോക്ക് പേപ്പർ കളിച്ച് തീരുമാനിക്കാം. റോക്ക് പേപ്പർ കളിക്കാം. അപ്പൊ എന്തടി ഒരു ഒത്തരമില്ലാത്ത ഭാവിയാണ് ഗൈസ്. അപ്പൊ ജയിച്ചിരിക്കുന്ന അപ്പൊ വാവയാണ് ആദ്യം ലോട്ട് എടുക്കാൻ ഉള്ളത്. അപ്പൊ നമുക്ക് വാവനെ കൊണ്ട് ലോട്ട് ഇടിപ്പിക്കാം. വാവ ഐശ്വര്യമായിട്ട് ലോട്ട് എടുത്തോളൂ. സ്വാഹ വാഹ. ഏതെങ്കിലും ഒന്നും എടുക്കടി. കാണിച്ചു തരുന്നില്ല ഗൈസ്, ഭയങ്കര ചാട. നമുക്ക് ഒന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. വാവയോട് പറയാൻ പോണേ. അപ്പൊ നമുക്ക് വാവനെ കുറിച്ച് പറയിപ്പിക്കാം. ഒന്നാമത്തെ പലഹാരം മോഷണം. അദ്ദേഹത്തിന് എന്താ മോഷണം? ഇതൊന്നല്ലാതെ ആദ്യം ഒന്നുണ്ട് 2 കാണിക്കാം. നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. സെക്കൻഡ് റൗണ്ടിൽ ആരാണ് എന്താ പറയാ ലോട്ട് എടുക്കാന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഇങ്ങനെ ഞാനാണ് ജയിച്ചത്. ഞാനാണ് ലോട്ട് ഞാനാണ് ഗൈസ് ലോട്ട് എടുക്കാൻ വരെ നടക്കാൻ എനിക്ക് ഫുള്ള് കളക്കാൻ കിട്ടും. അപ്പൊ ഇരുത്തുന്നു കഴിക്കണ്ടില്ലേ. ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം. രണ്ടാളും തോച്ചിരിക്കുന്നു. വർത്തിന്റെ പേര് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം. ഞാൻ ഇത്രയും നേരം എന്താണ് കാണിച്ചു കൊടുത്തത് ഇത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ പടം. ഈ മണ്ടന്മാര് ഇത് പണിയാണ്. പണി ഇതൊക്കെ പണികളല്ലേ. അപ്പൊ റൗണ്ട് 2 മണ്ണിൽ ഞാൻ ജയിച്ചോടിക്ക് 2 പോയിന്റ്. ഞങ്ങൾക്ക് 0-0-0. അപ്പൊ ഗൈസ് ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് റോക്ക് പേപ്പർ കളിച്ചു നോക്കാം. അപ്പൊ ഭാവിയാണ് അടുത്ത പിന്നെ ലോട്ട് എടുക്കാൻ വന്നിരിക്കണം. അപ്പൊ നമുക്ക് ഭാവിനെ കൊണ്ട് ലോട്ട് എടുപ്പിക്കാം. മൊത്തം 5 റൗണ്ടുകളാണ് ഉള്ളത് ഗൈസ്. അങ്ങനെ വാവ ലോട്ട് എടുത്തിട്ടുണ്ട്. പൊട്ടണി നീ ഇങ്ങനെ അടിക്കുക. ഞാൻ എന്താ ചെണ്ടേ കാണിച്ചു തന്നില്ല ഗൈസ്. ജാട കാണിച്ചു തരാം. മൂവി കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് പ്രാവശ്യം കണ്ടുപിടിച്ച് ജയിക്കണം ഗൈസ്. നമുക്ക് അവരെ കൊണ്ട് ചോദിക്കാം. വായ പറ. സൂക്ഷ്മദർശിനി.
നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് വിജയിച്ചിരിക്കുന്നു. ഇനി റൗണ്ട് 4 ആണ്. അപ്പൊ നമുക്ക് റൗണ്ട് 4ലെ മത്സരാർത്ഥി ആരാണെന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് റോക്ക് പേപ്പർ കളിക്കാം ഗൈസ്. ഞാനാണ് ജയിച്ചത് ഗൈസ്. എഗെയിൻ ഞാനാണ് ഗൈസ് നമ്മളെ ലോട്ട് ഇടാന്. അപ്പൊ ഞാൻ ലോട്ട് എടുക്കാൻ പോവാണ്. ഇപ്രാവശ്യം ഞാൻ ലോട്ട് കൊടുക്കുമ്പോ കൊടുത്ത ഭയങ്കര സിമ്പിളാണ്. കിട്ടിയിട്ട് എങ്ങീട്ട് ഞങ്ങൾക്ക് ബുദ്ധിയില്ല നിങ്ങൾ എഴുതിക്കോളി. രോമ പിന്നെ ഞാൻ ഉയർത്തി റോമാഞ്ചം. നമ്മുടെ 4ാമത്തെ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. ഇതുവരെ ലോട്ട് ഇടാത്തത് നമ്മളെ ശ്രീകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ലാസ്റ്റ് ഇട്ടത് ശ്രീകുട്ടിക്ക് ലോട്ട് ഇടാൻ അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ശ്രീകുട്ടിയാണ് സെലക്ട്. ഭയങ്കര ഓർക്കട്ടെ. പക്ഷെ ഈ കളിയിൽ ഞാനാ ജയിക്കുക. പൊട്ടനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നു. എടുത്തോ കാണിച്ചു തരും. അപ്പൊ നമ്മൾ ശ്രീകുട്ടി കാണിച്ചു തരാൻ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ് ഗൈസ്. അപ്പൊ സമ്മാനം നമ്മൾ പറഞ്ഞില്ല. സമ്മാനം നമ്മൾ കൊടുക്കാൻ പോലെ ബ്രഷ് പെൻ ആണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ സമ്മാനം ഒരു ബ്രഷ് പെൻ സെറ്റ് ആണ്. വിജയിക്കുന്ന ആൾക്ക് സമ്മാനം. ഞാൻ അങ്ങനെ പറയാനൊന്നുമില്ല. ബട്ട് എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളിങ്ങനെ വളർന്നു വരട്ടെ, സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് തിരിച്ചു പോകാം. കാണിച്ചായോ? ഇത് കോഴിയല്ലേ? എന്ത് കോഴി? ഇത് പാമ്പാണിത്. ആവേശം. ഇത് ഒരു പോയിന്റുമായിട്ടാണ് ലീഡ് ചെയ്യുന്നത്. നിഷ്കളങ്കതയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അവിടെ ഇരി. അങ്ങനെ ഗൈസ് ശ്രീകുട്ടി 1 പോയിന്റുമായി ശ്രീകുട്ടിയാണ് അടുത്തതായി ലീഡ് ചെയ്യുന്നത്. ഇവർ 2 സമനിലയിലാണ്. അതുകൊണ്ട് ഇവർക്ക് സമ്മാനം രണ്ടാളും സമനിലയിലാണ്. കണ്ടോ ചീപ്പായിട്ടുള്ള ബന്ധം ഗൈസ്. 3 പോയിന്റുമായി ഈ മത്സരത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിലും ജയിച്ച ഈ നക്ഷത്രയാണ്. അങ്ങനെ ഞാനാണ് ഈ മത്സരത്തിലും ജയിച്ചത് ഗൈസ്. കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ നമ്മൾ ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നു. നമ്മൾ സമ്മാന വിതരണമാണ്. അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ ബ്രഷ് പെന് തരാനും കൂടി ആയിട്ട് 2 കൂടി ഇവിടെ ഇരുന്ന് കൂട്ടത്തല്ലായിരുന്നു കൊടുക്കാതെ ആര് കൊടുക്കും ആര് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയ ചലഞ്ചുകളും വീണ്ടും വരും. ഷോർട്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ബൈ.